രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ആ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാനുള്ളതല്ല, ഇന്ത്യയുടെ ആ അഭിമാന പദ്ധതി വജ്രായുധം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഇന്ത്യൻ പ്രതിരോധ നേതൃത്വം പാകിസ്ഥാനെയും ലോകരാഷ്ട്രങ്ങളെയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെയും അറിയിച്ചിരിക്കുന്നത്. തങ്ങളുടെ കശ്മീർ നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്നും ഇന്ത്യ ഇതിനിടയ്ക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. കശ്മീർ ഒരു ഉഭയകക്ഷി പ്രശ്നമാണെന്നും പാക് അധിനിവേശ കശ്മീർ ഇന്ത്യക്ക് തിരിച്ചു നൽകുന്നത് മാത്രമാണ് ചർച്ചാ വിഷയമാക്കേണ്ടതും എന്നാണ് ഇന്ത്യ ഇപ്പോഴും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. മിസൈൽ ആക്രമണങ്ങൾ, വ്യോമാക്രമണങ്ങൾ ഇവ കൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ആശങ്കകൾ നാടകീയമായി വർദ്ധിച്ചു എന്നത് സ്വാഭാവികം. ഇന്ത്യ പക്ഷേ ഈ ആക്രമണങ്ങളോട് ആനുപാതികമായാണ് പ്രതികരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തു. ഒടുവിൽ വെടിനിർത്തിയപ്പോൾ അമേരിക്ക പതിവ് പോലെ തങ്ങളുടെ തങ്ങളുടെ മധ്യസ്ഥ പങ്ക് അവകാശപ്പെട്ടു. പക്ഷെ സംഭവിച്ചത് വ്യത്യസ്തമായൊരു കഥയാണ്. അതാണ് പറയാൻ പോകുന്നത്. ഇന്ത്യ സൈനികമായും നയതന്ത്രപരമായും മേൽക്കൈ നേടിയതിനാലാണ് ഇസ്ലാമാബാദിനെ കൊണ്ട് ഒരു വെടിനിർത്തലിന് ആക്രമണം അവസാനിപ്പിക്കുന്നതിന് പ്രേരിപ്പിച്ചത്. അവർ നിർബന്ധിതരാകുകയായിരുന്നു. നിങ്ങൾ ഒരു ന്യായവുമില്ലാതെ ഇന്ത്യയെ 26 സിവിലിയന്മാരെ പഹൽഗാമിൽ കൊല്ലാക്കൊല ചെയ്ത് ഇന്ത്യയെ മുറിവേൽപ്പിച്ചു. ഞങ്ങൾ അതേ നാണയത്തിലല്ല, പക്ഷേ അതിലും കടുപ്പിച്ചു. നിങ്ങളുടെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തിരിച്ചടിച്ചു. അതുകൊണ്ട് മര്യാദയ്ക്ക് പെരുമാറുക, അല്ലെങ്കിൽ ഇനിയും കനത്ത തിരിച്ചടി നേരിടാൻ തയ്യാറായിക്കൊള്ളുക. ഈ സന്ദേശമാണ് ഇന്ത്യ പാകിസ്ഥാന് ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്നത്. മെയ് 9 അർദ്ധരാത്രി ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് 2 ദിവസം പിന്നിട്ടപ്പോൾ US ഭരണകൂടം ഇടപെട്ട് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ച് വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടു, സമാധാനം വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ JD വാൻസിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ മറുപടി ഇന്ത്യ ശക്തമായി പ്രതികരിക്കും, തിരിച്ചടിക്കും എന്ന് തന്നെയാണ്. അതെ, ഇത് ഒരു US ഇടപെടേണ്ട വിഷയമല്ല, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ തീർക്കേണ്ട വിഷയം തന്നെയാണ്. തൊട്ട് പിന്നാലെ അടുത്ത ദിവസം പുലർച്ചെ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ കനത്ത ആക്രമണം അഴിച്ചുവിട്ട് മറുപടിയായി പാക് വ്യോമസേന ബേസുകൾ തകർത്തുകൊണ്ടായിരുന്നു ഇന്ത്യൻ സേനയുടെ ചുട്ട മറുപടി. പാകിസ്ഥാന് ശ്വാസം വിടാൻ പോലും സാധിക്കാത്ത നിമിഷങ്ങളാണ് ഇന്ത്യ സമ്മാനിച്ചത്. ഭയന്നുപോയ പാകിസ്ഥാൻ ഫോണെടുത്ത് നേരെ വിളിച്ചത് വാഷിങ്ടണിനെയാണ്. അമേരിക്ക ഇടപെട്ട് ഇന്ത്യയെ കൊണ്ടുള്ള ആ ആക്രമണം അവസാനിപ്പിക്കണം, ഇന്ത്യ വെടിനിർത്തണമെന്നാണ് പാകിസ്ഥാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ട്രംപ് വാൻസുമൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അതുവരെ ഇത് ഇന്ത്യ പാക് വിഷയമാണ്, ഞങ്ങളതിൽ ഇടപെടേണ്ട കാര്യമില്ല, അത് അവർ പരിഹരിക്കട്ടെ എന്നാണ് വാൻസ് അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പാകിസ്ഥാൻ്റെ കരച്ചിൽ കണ്ട് US വിദേശ സെക്രട്ടറി മാർക്ക് റൂബിയോ ഇടപെട്ടു. വിളിച്ചത് തൻ്റെ കൗണ്ടർ പാർട്ടായ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ. പാകിസ്ഥാനോടാണ് ഈ വിഷയം ഇന്ത്യ സംസാരിക്കേണ്ടതെന്നും അമേരിക്ക അല്ല സംസാരിക്കേണ്ടതെന്നും ഈ വിഷയം പറഞ്ഞു തീർക്കേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണെന്നും, അങ്ങനെ ആദ്യം സംസാരം തുടങ്ങി വയ്ക്കേണ്ടത് പാകിസ്ഥാനാണെന്നും S ജയശങ്കർ ചൂണ്ടിക്കാട്ടി. അമേരിക്കയല്ല, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിലാകണം ചർച്ച നടത്തേണ്ടതെന്നും S ജയശങ്കർ മാർക്ക് റൂബിയെ അറിയിച്ചു. എങ്കിൽ അതുതന്നെ നടക്കട്ടെ എന്ന് അമേരിക്കയും തീരുമാനമെടുത്തു. അങ്ങനെയെങ്കിൽ ആദ്യ നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാകട്ടെ എന്ന പാക് DGMയെ വിളിക്കട്ടെ എന്ന S ജയശങ്കർ നിർദ്ദേശം അവിടെ നടപ്പായി എന്നാണ് യാഥാർത്ഥ്യം. അങ്ങനെ പുലർച്ചെ 1 മണിക്ക് പാകിസ്ഥാൻ DGMO ഹോട്ട്ലൈനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടു. പക്ഷേ പ്രധാനമന്ത്രി ഓഫീസ് അപ്പോൾ തിരക്കിലായിരുന്നു, നിർണായകമായ ചർച്ചകളിലായിരുന്നു. 2 മണിക്കൂർ പാക് DGMO കാത്തുനിന്നു ഹോട്ട്ലൈനിന് മുന്നിൽ. ഒടുവിലൊരു 3:30 മണിയോടെ ഒന്നുകൂടി പാക് DGMO ഹോട്ട്ലൈനിൽ ന്യൂഡൽഹിയെ വിളിച്ച് ബന്ധപ്പെട്ടു. ഇന്ത്യ മിസൈൽ ആക്രമണം നിർത്തണമെന്നും വെടിനിർത്തണമെന്നുമാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചത്. അങ്ങനെയാണ് ഇന്ത്യൻ DGMO വെടിനിർത്തലിന് സമ്മതിച്ചത്. അങ്ങനെയാണ് 5 മണിക്ക് ശേഷം ഒരു തരത്തിലും കരയിലോ ആകാശത്തോ കടലിലോ പാകിസ്ഥാൻ ആക്രമണം തുടരരുത് എന്ന് വെടിനിർത്തിയ ഇന്ത്യ അങ്ങോട്ട് ആവശ്യപ്പെട്ടത്. മറിച്ചായാൽ ഇന്ത്യയുടെ കരുത്ത് ഇരട്ടി ശക്തിയിൽ പാകിസ്ഥാൻ തിരിച്ചറിയുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. വ്യക്തമായി പാക് DGMOയുടെ ചെവിയിൽ ഇന്ത്യൻ DGMO ഈ കാര്യങ്ങളൊക്കെ ഓതിക്കൊടുത്തു. എന്നിട്ടും പാകിസ്ഥാൻ പഴയ പടിയിലേക്ക് മാറി. അതായത് വീണ്ടും പഴയതുപോലെ പാകിസ്ഥാൻ അതിർത്തിക്ക് അപ്പുറത്ത് നിന്നും
പഞ്ചാബിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കശ്മീരിൽ നിന്നുമൊക്കെ ഇന്ത്യയിലേക്ക് ഷെല്ലുകൾ ആക്രമിക്കുന്നു, ഡ്രോണുകൾ പറത്തിവിടുന്നു. ഇന്ത്യയാകട്ടെ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ, വ്യോമത്താവളങ്ങൾ ഒക്കെ ആക്രമിച്ച സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പൂർണ്ണമായും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പുറത്തുവിടുകയും ചെയ്തു. മെയ് 7 പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോഴും ഇന്ത്യ ഒരു വിവരവും രഹസ്യമാക്കി വച്ചില്ല. ആണത്തത്തോടെ ഇന്ത്യ ഒരു പ്രസ് റിലീസ് ഇറക്കി. ഞങ്ങളിതാ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു, 9 ഇടങ്ങൾ ഭീകരരുടെ ഈറ്റില്ലങ്ങൾ എറിഞ്ഞിരിക്കുന്നുവെന്ന്. തങ്ങൾ ആക്രമിച്ചത് പാക് സൈന്യത്തെയോ ജനതയോ അല്ല, വെറും ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണെന്നും ഇന്ത്യ അതിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടായിരുന്നു ഇന്ത്യയിൽ ആക്രമണം അഴിച്ചുവിടാൻ പാകിസ്ഥാൻ്റെ തീരുമാനം. അതിനവർ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട ഫത്ത മിസൈലുകൾ, ചൈന നൽകിയ MQ മിസൈലുകൾ, ഡ്രോണുകൾ ഇവയൊക്കെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിയുകയും ചെയ്തു. അപ്പോഴാണ് പാകിസ്ഥാന് മനസ്സിലായത് കളി ഇന്ത്യയോടായിരുന്നു, വേണ്ടിയിരുന്നില്ല എന്ന്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ പിൻവലിച്ചിട്ടില്ല, വെടിനിർത്തൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സിന്ധ് നദീജല കരാറടക്കം ഇന്ത്യ മരവിപ്പിച്ച കരാറുകൾ തൽസ്ഥിതി തുടരുമെന്ന് പാകിസ്ഥാനെ വ്യക്തമായി അറിയിച്ചിട്ടുമുണ്ട്. ഇന്ത്യൻ സംവിധാനങ്ങൾ ഇനി പ്രകോപിപ്പിച്ചാൽ ഇരട്ടിയായി പ്രതികരിക്കുമെന്ന് പാകിസ്ഥാനെ വ്യക്തമായി ധരിപ്പിച്ചിട്ടുമുണ്ട്. ഈ സന്ദേശം പാകിസ്ഥാന് എത്ര കണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഇതുവരെ അറിയില്ല. ഇനി അതിർത്തികളിൽ കാത്തിരുന്ന് കാണണം പാകിസ്ഥാൻ ഇന്ത്യയുടെ ഇരട്ടി പ്രഹര മുന്നറിയിപ്പ് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നത്. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.